ഹായ് ഫ്രണ്ട്സ്, ട്രൈംഫ് അച്ചീവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ മീൻമുട്ടി വെള്ളച്ചാട്ടം കാണുന്നതിലേക്കായിട്ടാണ് ഇന്നത്തെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു അവധി ദിവസമായതിനാൽ തന്നെ വീട്ടിൽ നിന്നും പൊതിച്ചോറൊക്കെ തയ്യാറാക്കി നന്നായിട്ട് ഒരു യാത്ര ആഘോഷിക്കുവാൻ തന്നെയാണ് തീരുമാനം. മീൻമുട്ടി വെള്ളച്ചാട്ടം. ഒരു കാര്യം കൂടി, വയനാട് ജില്ലയിലെ മീൻമുട്ടി അല്ല കേട്ടോ ഇത്, തിരുവനന്തപുരം ജില്ലയിലെ നമ്മുടെ സ്വന്തം മീൻമുട്ടി. ശരിക്കും ഈ യാത്ര തിരുവനന്തപുരത്ത് നിന്നും കല്ലാർ മീൻമുട്ടി ഫോൾസ് വഴി പൊന്മുടി ഹിൽ സ്റ്റേഷനിലേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളോടൊപ്പം മീൻമുട്ടി ഫോൾസിലെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നതിനായിട്ട് ആഗ്രഹിച്ച് ഞാനായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും 45 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു മീൻമുട്ടി വെള്ളച്ചാട്ടം. വിതുര എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം വരെ വാഹന ഗതാഗത സൗകര്യം ഇല്ലാത്തതിനാൽ വനത്തിലൂടെ സ്വന്തം വാഹനത്തിൽ ഏതാണ്ട് 1 കിലോമീറ്ററും അവിടെ നിന്ന് കാൽനടയായി 1 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ. മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന്റെ മുകളിലുള്ള ജലപ്രവാഹത്തിലേക്ക് ട്രക്ക് വഴി അഗസ്ത്യാകുടത്തിലൂടെ 2 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ കൊമ്പേക്കനി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നു. ഈ കാണുന്ന കാഴ്ചയെല്ലാം മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് കല്ലാറിന്റെ തീരത്തൂടി നടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. വനഭംഗി ആവോളം ആസ്വദിച്ച് പ്രകൃതിയുടെ പച്ചവിരിപ്പിലൂടി നടന്നു പോകുമ്പോഴുള്ള ആ മനസ്സിലുണ്ടാവുന്ന സന്തോഷം അത് ഒരിക്കലും നമുക്ക് വർണ്ണിക്കുവാൻ കഴിയുന്ന ഒന്നല്ല. തികച്ചും ആസ്വദിച്ച് തന്നെ അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിസ്മയങ്ങൾ തേടി കാട് കയറുന്നവർ നിരവധിയുണ്ട്. വെള്ളച്ചാട്ടവും ട്രക്കിങ്ങും ചങ്കിടിപ്പായി കൊണ്ട് നടക്കുന്നവരും ഏറെയാണ്. എന്നാൽ ഏത് തരം സഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന സ്ഥലങ്ങൾ കുറവാണ്. ഇക്കൂട്ടത്തിൽ കണ്ണും പൂട്ടി അടിപൊളി എന്ന് പറയാൻ കഴിയുന്ന ഒരിടം നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തുണ്ട്. അതാണ് കല്ലാർ മീൻമുട്ടി. ഇടതൂർന്ന് നിൽക്കുന്ന കാടും ഒരു വെള്ളച്ചാട്ടവും പിന്നെ പ്രകൃതി മനോഹരമായ കുറേ കാഴ്ചകളും ഒക്കെയായി കല്ലാർ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. ഇടുക്കിയിലും കോട്ടയത്തും ഇതേ പേരിൽ സ്ഥലങ്ങളുണ്ട്. ഇവിടങ്ങളെല്ലാം ഒരുപോലെ മനോഹരവുമാണ്. എന്നാൽ തിരുവനന്തപുരത്ത് അറിഞ്ഞതും അറിയാത്തതുമായ ഇടങ്ങൾ ഏറെ ഉണ്ടെങ്കിലും മനോഹര കാഴ്ചകളുള്ള കല്ലാർ തീർച്ചയായും കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. തിരുവനന്തപുരം യാത്രയിൽ, പ്രത്യേകിച്ച് പൊന്മുടി യാത്രയിൽ ഒരിക്കലും ഒഴിവാക്കരുതാത്ത കല്ലാറിന്റെ ഭംഗി വർണ്ണനാതീതമാണ്. ഈ വർണ്ണിച്ച കാഴ്ചകളെല്ലാം ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്ത് ഇങ്ങനെ നടന്ന് വന്നപ്പോഴാണ് ആ മനോഹരമായ കളകളനാദത്തോടുകൂടി ഒഴുകുന്ന കല്ലാർ നദിയെ കണ്ടത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ചാടി ഇറങ്ങി വെള്ളത്തിലേക്ക്. കുളിക്കാനൊന്നും നിന്നില്ല കേട്ടോ. നല്ല തണുത്ത വെള്ളം. ആ വെള്ളത്തിൽ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കുക എന്ന് ഉദ്ദേശിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നാണ്. പറയുന്ന രീതിയിൽ ഓടാനും ചാടാനൊന്നും ഈ വെള്ളത്തിലൂടെ നടക്കില്ല. കാരണം നിറച്ച് ഉരുളൻ കല്ലുകളാണ്. ഈ കാണുന്ന മനോഹാരിത പോലെ തന്നെ അപകടം പതുങ്ങിയിരിക്കുന്ന ഒരിടം കൂടിയാണിത്. പേര് പോലെ തന്നെ നിറച്ച് കല്ലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നല്ല മിനുസമുള്ള ഉരുളൻ കല്ലുകൾ. കല്ലാറെന്ന പേർ എന്തുകൊണ്ടും ഈ നദിക്ക് അനുയോജ്യമാണ്, അർത്ഥവത്തുമാണ്.
രാവിലെ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചത്. ഇപ്പോൾ ഇവിടെ മീൻമുട്ടി ഫോൾസിൽ എത്തിയിരിക്കുകയാണ്. വളരെ ഭംഗിയായി ഒഴുകുന്ന നദിയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. കല്ലാർ നദിയാണിത്. വളരെ രസകരമായിട്ട് ഒഴുകുന്ന ഈ നദിയിൽ ഈ തണുത്ത വെള്ളത്തിൽ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും, തിരുവനന്തപുരം ജില്ലയിലാണ് നമുക്ക് ഈ കാണപ്പെടുന്ന കല്ലാർ നദിയും പിന്നെ ഈ പറഞ്ഞ മീൻമുട്ടി ഫാൾസും ഒക്കെ വരുന്നത്. മീൻമുട്ടി ഫാൾസ് എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപകടമേറിയ സ്ഥലമാണ്, എന്നാലും നമുക്ക് സൂക്ഷിച്ച് നിന്ന് കഴിഞ്ഞാൽ, വളരെ ശ്രദ്ധയോടുകൂടി ആയിരുന്നാൽ നമുക്ക് ഈ പ്രകൃതി ഭംഗിയെല്ലാം തീർച്ചയായിട്ടും ആസ്വദിക്കാൻ കഴിയുന്ന പാറക്കെട്ടുകളും ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. വളരെ നമ്മൾ തന്നെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വളരെ പ്രശ്നമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് ആസ്വദിക്കുന്നതിനായിട്ട് സാധിക്കും. Fly forever if you keep it tight. Love the world but keep the sky on your mind. Flying, get on board. We're soaring on top of the world. Flying, get on board. We're soaring on top of the world. ഹലോ ഗൈസ്, അതികഠിനമായിട്ടുള്ള വഴികളിലൂടെ ഇതാ മീൻമുട്ടി ഫോൾസ്, മീൻമുട്ടി വെള്ളച്ചാട്ടം കാണുന്നതിനായിട്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്താണ് മീൻമുട്ടി ഫാൾസ് എന്ന്. വിജനമായ വഴിയിലൂടെ ഇങ്ങനെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തികച്ചും ഒരു അടിപൊളി വൈബ് യാത്ര തന്നെയാണിത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് പൊന്മുടിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യം മീൻമുട്ടി ഫാൾസ് ആണ് കേട്ടോ. ജുറാസിക് പാർക്കിലെ തടിയാണ് ഈ കിടക്കുന്നത്. അടിപൊളി. ആർക്കിടെക്റ്റിന്റെ കര ബിരുദാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്ദർശകർ സൂക്ഷിക്കുക. അഗാധമായ ഗർത്തങ്ങളും വഴുക്കൽ പാറകളും ഉൾപ്പെടുന്ന കല്ലാർ നദി ദുരന്തങ്ങൾ പതിവാണ്. വളരെ ശ്രദ്ധാപൂർവം യാത്ര ചെയ്യുന്നു.
വന്നപ്പോഴേ മഴയത്ത് ഇവിടെ വന്ന കുറച്ച് നേരം $300 മീറ്റർ സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് വന്നിരുന്ന അല്പം വിശ്രമിച്ചിട്ട് പോകാന്നുള്ള മട്ടിൽ ഇത് അങ്ങനെ കുറച്ചു നേരം ഇരിക്കുകയാണ്. എന്തായാലും മുകളിലോട്ടും വിജനമായ വഴി തന്നെയാണ്. ഇന്ന് സന്ദർശകരുണ്ടെങ്കിലും അത്ര തിരക്കില്ലാത്ത ഒരു ദിവസമാണ്. ഇത് നിങ്ങൾക്ക് ഞാനൊരു പ്രത്യേകതരം മരത്തിൽ ചുറ്റിക്കിടക്കുന്ന ഒരു വള്ളിയെ പരിചയപ്പെടുത്താനായി പോവുകയാണ്. ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് ആ വള്ളി പടർന്ന് കയറിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വള്ളി തന്നെയാണിത്. ഫ്രണ്ട്സ്, പോകുന്ന വഴിയിൽ ഇതാ വൻ മരങ്ങളൊക്കെ കടപുഴുകി വീഴുന്ന കിടപ്പുണ്ട്. തലയൊക്കെ ഇടിക്കാതെ വേണം പോകാൻ കേട്ടോ. അയ്യോ, ഹായ് പറഞ്ഞോട്ടോ അച്ചോ. ഒരു വലിയൊരു പാറയും അതിൽ ചുറ്റിക്കിടക്കുന്ന വള്ളിയുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇതാ ഷെയർ ചെയ്യാനായി പോകുന്നത്. നിങ്ങളുടെ മുമ്പിലേക്ക് ഇതാ വലിയൊരു പാറയാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിപൊളി കാഴ്ചകളാണ് ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും മീൻമുട്ടി ഫാൾസ് ഒന്ന് സന്ദർശിക്കുക തന്നെ ചെയ്യുക. പോകുന്ന വഴിയിൽ കണ്ട ഒരു അരണക്കുട്ടനാണ് കേട്ടോ ഇത്. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ എന്ന ഭാവത്തോടെ അവൻ നോക്കുകയാണ്. ഗായ്സ്, നമ്മൾ ഒരുപാട് സഞ്ചരിച്ച് ഏതാണ്ട് 1 കിലോമീറ്ററോളം നടന്ന് ഞങ്ങൾ അവസാനം മീൻമുട്ടി ഫോൾസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ദൃശ്യ വിസ്മയം ഒരുക്കി വളരെ മനോഹരമായ രീതിയിൽ പാറകളെ തഴുകിക്കൊണ്ടിതാ വെള്ളച്ചാട്ടത്തിനരികിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതാ കാണുന്നതാണ് മീൻമുട്ടി ഫോൾസ്. അപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. അതിൻ്റെ അടുത്തേക്ക് പോയി തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ വിശദമായി തന്നെ നമുക്ക് കാണാം. തിരുവനന്തപുരത്തിന്റെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി 40 കിലോമീറ്റർ അകലെ പൊന്മുടിയിലേക്ക് പോകുന്ന പാതയിലാണ് വശ്യമാർന്ന മീൻമുട്ടിയുടെ കാഴ്ച സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. കല്ലാർപ്പുഴയുടെ വിശേഷങ്ങളും ഒരുപാടുണ്ട്. വെളുപ്പും കറുപ്പുമായ ഉരുളൻ കല്ലുകളെ തലോടിയുള്ള
സഞ്ചാരമാണ് കല്ലാറിനുള്ളത്. മൺസൂൺ കാലമാകുമ്പോൾ കവിഞ്ഞൊഴുകുന്ന കാഴ്ച ഏറെ കൗതുകം നിറയ്ക്കുന്നതാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ ഓരത്തായി ഇരിപ്പിടത്തിന് സൗകര്യമൊരുക്കുന്ന പാറക്കെട്ടുകളും ഏറെ ആകർഷണീയമാണ്. അപായം ഉള്ളതിനാൽ ഇവിടെ ആൾക്കാർക്ക് ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. നമുക്ക് വളരെ അടുത്തു നിന്ന് തന്നെ ഈ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിക്കാവുന്നതാണ്. ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങോട്ട് വരുന്നതിന് തൊട്ടു മുമ്പായി കല്ലാറിൽ ഇറങ്ങി കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്. അവിടെയും നമ്മൾ വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി ചെയ്യുക. പ്ലാസ്റ്റിക് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. വനമേഖലയിലെ ജീവികൾക്കൊന്നും ഒരു പ്രശ്നവും കൂടാതെ വേണം നാം അങ്ങോട്ടേക്ക് യാത്ര പോയി മടങ്ങേണ്ടത്. കൂടുതലായി ഒന്നും പറയേണ്ടതില്ലല്ലോ. ഉച്ച സമയമായിരിക്കുന്നു. സ്വാഭാവികമായിട്ടും വിശപ്പിൻ്റെ മുറവിളി ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട വലിയ പാറക്കെട്ടിൻ്റെ അടുത്ത് ഞങ്ങൾ അവിടെ ഇരുന്ന് വീട്ടിൽ നിന്നും കൊണ്ടുപോയ പൊതിച്ചോറ് വളരെ താല്പര്യത്തോടുകൂടി തുറന്ന് അതിനകത്തുള്ള ചോറും മുട്ടയും ഒക്കെ വളരെ വേഗത്തിൽ വിശപ്പിനാൽ അകത്താക്കി. ആഹാരം കഴിച്ചതിന് ശേഷം ഇതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും അവിടെ വലിച്ചെറിയരുത്. അത് കൃത്യമായി നിക്ഷേപിക്കേണ്ടടുത്ത് തന്നെ നിക്ഷേപിക്കുക. വെള്ളച്ചാട്ടമൊക്കെ കണ്ട് തിരിച്ചു വന്നതിന് ശേഷം ചോറൊക്കെ കഴിച്ച് ഞങ്ങളിത് അല്പം വിശ്രമിക്കുകയാണ്. തിരിച്ച് യാത്ര 700 മീറ്ററോളമുണ്ട്. അപ്പോൾ ഒരല്പം ആഹാരമൊക്കെ കഴിച്ച് ഒന്ന് വിശ്രമിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങുകയാണ്. എൻ്റെ കുട്ടി ഇപ്പം ക്യാമറ എടുത്തുകൊണ്ട് ഓടുകയാണ്. ആ കാഴ്ച നിങ്ങൾ കാണുകയാണ്. ക്യാമറ താഴെയിടല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ മീൻമുട്ടി ഫാൾസ് അതുവഴി നേരെ പൊന്മുടി ഹിൽ സ്റ്റേഷനിലേക്കാണ് ഇന്നത്തെ യാത്ര. നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ പൊന്മുടി ലക്ഷ്യമാക്കിയുള്ള യാത്രയാണിത്. ഈ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുന്നു. പൊന്മുടിയിലേക്കുള്ള യാത്രാവിശേഷങ്ങളും അവിടുത്തെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഉടനെ കണ്ടുമുട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ. പൊന്മുടിയിലെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരേക്കും സൈനിങ് ഓഫ്. ട്രൈംഫ് അച്ചീവേഴ്സ്, എ ചാനൽ ബൈ അരുൺ. ബൈ.